ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി മിടുക്കി ഇപ്പൊ നമ്മുടെ ദൃശ്യ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. മോളെ നമസ്കാരം, പേരെന്താണ്? എന്റെ പേര് റിന്ന എലിസബത്ത് സാം. റിന്ന, വെറൈറ്റി നെയിം ആണല്ലോ, നല്ല രസം കേൾക്കാനായിട്ട്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നേ? ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി. അപ്പൊ ആദ്യമായിട്ടാണോ മത്സര രംഗത്ത് ഇറങ്ങുന്ന കലോത്സവത്തില്? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ പോയിട്ടുണ്ട്. ഇത്തവണ ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇത്തവണ ഈ മത്സരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൊണ്ടാണോ ബാക്കിയുള്ളതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞത്? ഓക്കെ, എന്തായിരുന്നു ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത്? ഏതായിരുന്നു? നേരത്തെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഡാൻസ് ആണ്. അപ്പൊ ഡാൻസുകാരിയാണ്, പാട്ടുകാരിയാണ്, സകലകല വല്ലഭയാണോ? അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? സ്കൂളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ സന്തോഷം അറിയിച്ചോ അവരെ? എല്ലാരും അറിഞ്ഞില്ല. എല്ലാരും അറിഞ്ഞിട്ടില്ല, പറഞ്ഞു കാണുമായിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ സഹിതം കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള തരത്തിലൊരു ഇതൊക്കെ ചെന്ന് കാണുമായിരിക്കും അല്ലേ? ടീച്ചർ അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ദൃശ്യയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചൊല്ലിക്കൊടുക്കും, ഒരു 4 പേര്. No stir in the air, no stir in the sea. The ship was still as she could be. Her sails from heaven received no motion. Her keel was steady in the ocean. Without either sign or sound of their shock, the waves flowed over the Inchcape rock. So little they rose, so little they fell. They did not move the Inchcape bell. The abbot of Aberbrothock had placed that bell on the Inchcape rock. On a buoy in the storm it floated and swung, and over the waves its warning rung. ഇത് ആരുടെ കവിതയാണ്? റോബർട്ട് സതി ആണ്, അദ്ദേഹത്തിന്റെ ആണല്ലേ. ഓക്കെ, ഇത് ആരാ പഠിപ്പിച്ചു തന്നത്? ഞാൻ തന്നെ പഠിപ്പിക്കായിരുന്നു. ടീച്ചറാ ഈ പോയം സെലക്ട് ചെയ്ത് തന്നത്. ടീച്ചർ സെലക്ട് ചെയ്ത് തന്ന് മോള് തന്നെ അത് പഠിച്ചു. അപ്പം തെറ്റും കുറ്റങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തന്ന് തിരുത്തി അങ്ങ് പോയല്ലേ? ഓക്കെ, അപ്പം സന്തോഷമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഒരിക്കൽ കൂടി. ഇപ്പൊ ഹൈസ്കൂളാണ്, എത്രയിലാണ് പഠിക്കുന്നത്? 10th-ലാണ്. ഓക്കെ, അപ്പൊ ഇനിയും കിടപ്പുണ്ട് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തൃശ്ശൂരിൽ സ്റ്റേറ്റ് കലോത്സവമാണ് ഉള്ളത്. അപ്പം സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയിട്ട് കോട്ടയം ജില്ലയുടെ പേര് വാനോളം ഉയർത്തുക. നിങ്ങൾ കപ്പൊക്കെ ആയിട്ട് വരിക. ഫോട്ടോ പത്രത്തിൽ കാണാനുള്ളൊരു ഭാഗ്യ അവസരം എനിക്കുണ്ടാവട്ടെ, നമ്മുടെ ദൃശ്യ ടീമിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വേദിയിലേക്ക് പോകാം.